1,00,000 വനിതകളെ പങ്കെടുപ്പിച്ച് കർമ്മയോഗിനി സംഗമം. മഹാറാണി അഹല്യഭായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷികവും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100ാം വാർഷികത്തിന്റെയും പശ്ചാത്തലത്തിലാണ് കർമ്മയോഗിനി സംഗമം നടക്കുന്നത്. മാർച്ച് 3-ാം തീയതി കന്യാകുമാരി ജില്ലയിലെ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന കർമ്മയോഗിനി സംഗമത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം സർക്കാര്യവാഹ ദത്താത്രേയ ഹൊസബളെ മുഖ്യപ്രഭാഷണം നടത്തും. മഹാറാണി അഹല്യഭായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷികവും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100ാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർമ്മയോഗിനി സംഗമം നടക്കുന്നത്. ദക്ഷിണ തമിഴ്നാട്ടിൽ നിന്നും 1,00,000-ലധികം സ്ത്രീകൾ കർമ്മയോഗിനി സംഗമത്തിൽ പങ്കെടുക്കും. സ്ത്രീകളുടെ കൂട്ടായ സംരംഭമായ വൈഭവശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷവും വനിതാ ശാക്തീകരണ പദ്ധതികളുടെ ഉദ്ഘാടനവും പരിപാടിയിൽ നടക്കും. സ്ത്രീയുടെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിൽ 50,000-ലധികം വനിതാരത്നങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഈ സമ്മേളനം മാതാ അമൃതാനന്ദമയി അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് RSSന്റെ സർക്കാര്യവാഹമായിട്ടുള്ള ശ്രീ ദത്താജി ഹൊസബാളയാണ്. നിഷ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നുണ്ടാകും. കർമ്മയോഗിനി സംഗമത്തിൽ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം സർക്കാര്യവാഹക് ദത്താത്രേയ ഹൊസബോളെ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ പ്രശസ്ത വൈജ്ഞാനിയും നിഷ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ടെസി തോമസ് അധ്യക്ഷത വഹിക്കും. ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വനിതകളെ കർമ്മയോഗിനി സംഗമത്തിൽ പാദപൂജ ചെയ്ത് ആചരിക്കും. രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച സ്ത്രീകളെ സംബന്ധിച്ച പുസ്തകങ്ങളും പരിപാടിയിൽ പ്രകാശനം ചെയ്യും. സംഗമത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും സർഗപ്രതിഭകളെയും ധീരവനിതകളെയും ആദരിച്ചുകൊണ്ട് പുരസ്കാര സമർപ്പണവും ഉണ്ടായിരിക്കും. ജനം, തിരുവനന്തപുരം.